മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ മാർക്കോനെ തീർക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ പോയി കാണുന്നു. ഗുണ്ടകളോട് പറയുന്നു ഒരവസരം കിട്ടിയാൽ അവനെ എത്രയും പെട്ടെന്ന് തീർക്കണമെന്നും അതിനു വേണ്ടിയിട്ട് അവരെ സ്വാധീനിക്കാനായിട്ട് കുറച്ച് പൈസകളുടെ കെട്ടുകൾ അങ്ങോട്ട് എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് എവിടെയെങ്കിലും പോയി അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനെല്ലാം അവരോട് പറയുന്നുണ്ട്. അതേപോലെ മേഘനാഥന് അറിയില്ലല്ലോ ഇതെല്ലാം ഈ ഗുണ്ടകളെല്ലാം നമ്മളുടെ മാർക്കോൻ്റെ പരിധിയിലുള്ളവരാണെന്ന് അറിയില്ലാത്തത് കൊണ്ട് തന്നെ അവരെല്ലാവരും ഒരു മണ്ടനാക്കുന്നുണ്ട് മേഘനാഥനെ. അതേസമയം തന്നെ ഗുണ്ടകൾ മാർക്കോൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ആ മേഘനാഥൻ ഞങ്ങൾക്ക് കുറേ പണം തന്നിട്ട് അണ്ണനെ തക്കം കിട്ടിയാൽ തീർക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതെന്നും. ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നതിന് അതൊന്നും സാരമില്ല, അവനെ എനിക്ക് വിട്ടേര്, എനിക്കറിയാം അവൻ എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്കിപ്പോൾ കിട്ടിയ കാശ് പലരുടെയും നെഞ്ചത്തുകൂടെ ലോറി ഓടിച്ചുണ്ടാക്കിയ കാശാണ് അവരത്. അതുകൊണ്ട് നിങ്ങളതൊന്നും വെള്ളം അടിച്ച് ഉപയോഗിക്കാണ്ട് വല്ല പാവങ്ങൾക്ക് കൊണ്ടുപോയി സഹായിക്കുന്നെല്ലാം അവരോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. പിന്നെ മാർക്കോ ഗുണ്ടകളോട് പറയുന്നുണ്ട്, നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നെല്ലാം പണം വാങ്ങിയിട്ട് നിങ്ങളെല്ലാവരും എന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ബോംബ് എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കുമെന്നെല്ലാം മാർക്കോ പറയുമ്പോൾ ഇതൊന്നും വേണ്ട അണ്ണാ, ഞങ്ങൾ ഒരിക്കലും അണ്ണനെ ചതിക്കില്ല എന്നെല്ലാം ഗുണ്ടകൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് പോലീസ് എത്തുന്നുണ്ട്. പോലീസ് വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു പ്രതാപനോട്. ആ കുട്ടിയുടെ മിസ്സിങ് കേസിൽ നിങ്ങൾക്ക് എന്തോ ഒരു പങ്കുണ്ടെന്നാണ് ആ കുട്ടിയുടെ അമ്മ ഞങ്ങൾക്ക് മൊഴി തന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോട്. ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുന്നു, ഓ ഇല്ല സാറേ, ഒരിക്കലും അങ്ങനെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, അവൾ അത് വെറുതെ പറഞ്ഞതായിരിക്കും. എനിക്കൊരു സംശയമുള്ളത് അവൾ ആരുടെയും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ ഇതിലൊരു പങ്കും എനിക്കില്ല എന്ന് പ്രതാപൻ ഉറപ്പിച്ച് പറയുന്നു. ആ സമയം പോലീസ് പറയുന്നുണ്ട്, ആ മഹാലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണൻ നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് ഒരു പരാതി തന്നിട്ടുണ്ടല്ലോ എന്ന്. അതുമാത്രമല്ല പിന്നെ നിങ്ങളെക്കുറിച്ച് ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ നിങ്ങളൊരു തരികിട തന്നെയാണെന്ന് എനിക്ക് പുറത്തുനിന്ന് അറിയാൻ കഴിഞ്ഞതെന്നും പോലീസ് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രതാപം പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് സാറുമാരെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനെന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ പലപ്പോഴായിട്ട് അവൾ ഓരോ കാര്യത്തിനായിട്ട് ഉപദേശിക്കാറുണ്ട്, അല്ലാണ്ട് ഞാൻ അവരോട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, നിങ്ങളാണ് മഹാലക്ഷ്മിയുടെ തിരോധാനത്തിന് പിന്നിലെന്ന് കാണിക്കുന്ന ഒരു വ്യക്തമായ എവിഡൻസ് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് കേൾക്കുന്നതോടെ നമ്മുടെ പ്രതാപനാകെ ഞെട്ടുകയാണ് കേട്ടോ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് നേരെ കിട്ടിയിട്ടുള്ള മറ്റുള്ള തെളിവുകൾ, ഒരിക്കൽ നിങ്ങൾ മഹാലക്ഷ്മിയെ ഗുണ്ടകളെ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ ആ കണ്ണനെയും നിങ്ങൾ കൊല്ലാനായിട്ടുള്ള ആളെ ഏർപ്പാടാക്കുകയൊക്കെ ചെയ്തില്ലേ, അതിൻ്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പോലീസ് പറയുമ്പോൾ ആകെ നെട്ടി നിൽക്കാണ്ടോ പ്രതാപനോ. ഈ കേസിൽ എന്തായാലും നിങ്ങൾ തൂങ്ങുമെന്ന് ഉറപ്പുള്ള മറ്റൊരു എവിഡൻസും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മഹാലക്ഷ്മിയെ കാണാതായ രാത്രി തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്നും എല്ലാ കോൾ റെക്കോർഡ്സും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ഫോണിൻ്റെ ലൊക്കേഷൻ വെച്ച് സൈബർ പോലീസ് എല്ലാ രേഖകളും കളക്ട് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോട്. അങ്ങനെ പോലീസ് ഓരോരോ തെളിവുകൾ നിരത്തുമ്പോൾ പ്രതാപന് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ നിന്ന് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശിയും കരുണയും ഇതെല്ലാം കേട്ട് അന്താളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പ്രതാപനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഇതെല്ലാം കാണിക്കുന്ന നല്ല ത്രില്ലിംഗ് ആയ എപ്പിസോഡുകൾ ഇനി വരാനിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.